അൽ അഹ്ലിക്ക് എത്ര ചാൻസാണ് ഇൻ്റർ മിയാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടിയത്. പക്ഷെ അവന്മാരതൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല. ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ച് ആയിട്ടുള്ള ഇൻ്റർ മിയാമി വേഴ്സസ് അൽ അഹ്ലി മാച്ച്, ആ ഒരു മാച്ച് കഴിഞ്ഞു 0-0 എന്നുള്ളൊരു ഡ്രോയിൽ ആ ഒരു മാച്ച് അവസാനിച്ചു. പക്ഷേ ഈ ഒരു മാച്ചിൽ പൊസഷനും കാര്യങ്ങളൊക്കെ ഇൻ്റർ മിയാമിൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിലും പക്ഷേ അൽ അഹ്ലിക്ക് എത്ര ബിഗ് ചാൻസസ് കിട്ടി? 5 ബിഗ് ചാൻസ് അവന്മാർക്ക് കിട്ടി. ഒന്നുപോലെ അവന്മാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. 5 ബിഗ് ചാൻസ് കൂടാഞ്ഞിട്ട് ഒരു പെനാൽറ്റിയും കിട്ടി, അതും പാഴാക്കി കളഞ്ഞു. ഇൻ്റർ മിയാമിൻ്റെ ഗോൾ കീപ്പറിനെ നല്ല രീതിയിലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹം നല്ല രീതിയിലുള്ള കുറേ സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ്, അവരാണല്ലോ ഇൻ്റർ മിയാമിൻ്റെ ഫ്രണ്ട് 2 എന്ന് പറയുന്നത്. നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സോ ലയണൽ മെസ്സിയുടെ ഭാഗത്തു നിന്നും 2 വുഡ് വർക്കിൽ ഹിറ്റ് ഉണ്ടായിരുന്നു. അതായത് പോസ്റ്റ് മേടിച്ചിട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഷോട്ട്. ഇൻ്റർ മിയാമിക്ക് അങ്ങനെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ഒരു അൽ അഹ്ലിയുടെ അറ്റാക്കുകളായിരുന്നു. അവർക്ക് 3-4 ബിഗ് ചാൻസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവന്മാരൊന്നും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. നല്ലൊരു ഷോട്ട് എടുക്കാൻ അവന്മാർക്ക് പറ്റിയില്ല. ഇൻ്റർ മിയാമിൻ്റെ ഗോൾ കീപ്പർ അത് സേവ് ചെയ്ത് കളഞ്ഞു. പിന്നെ അവന്മാർ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ സ്കോർ ചെയ്തു, പക്ഷേ അത് ഓഫ് സൈഡായിട്ട് മാറി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ അവസാന നിമിഷം 41ാമത്തെ മിനിറ്റിൽ അവന്മാർക്ക് ഒരു പെനാൽറ്റി കിട്ടി, ഇൻ്റർ മിയാമിൻ്റെ ഡിഫൻഡർ ഫൗൾ ചെയ്തതിന്. അത് അവന്മാരെ അടിച്ചു, ഗോൾ കീപ്പർ സേവ് ചെയ്തു. രണ്ടാമത് സെക്കൻഡ് ചാൻസും കിട്ടി ആ ഒരു നമ്പർ 7 അൽ അഹ്ലിൻ്റെ. പക്ഷേ അദ്ദേഹം അത് കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തിന് ഷോട്ട് അടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പയ്യെ ഷോട്ട് അടിച്ച് ഗോൾ കീപ്പർ സിമ്പിളായിട്ട് ആ ബോൾ എടുത്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലാണ് ഇൻ്റർ മിയാമി കുറച്ചും കൂടി അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. മെസ്സിയുടെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 0-0 എന്നുള്ളൊരു മാച്ചിൽ ഈ ഒരു ഫസ്റ്റ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ മാച്ച് അവസാനിച്ചു. ഇൻ്റർ മിയാമിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ. ആ ഒരു മാച്ച് കുറച്ച് ഡെഡ്ലി ഗ്രൂപ്പാണ്. പാൽമിറാസ്, FC പോർട്ടോ, അൽ അഹ്ലി, ഇൻ്റർ മിയാമി. അതിൽ ഏറ്റവും എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇൻ്റർ മിയാമി ഔട്ടാവും എന്നുള്ള രീതിയിലാണ് എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു ഡെഡ്ലി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് 2 ടീമിനാണ് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവാൻ. എല്ലാ ടീമിനോടും ഒരു മാച്ച് വീതമുണ്ട്. അപ്പോൾ അൽ അഹ്ലിയായിട്ടുള്ള മാച്ച് 0-0 ആയി ഡ്രോ ആയി ഇൻ്റർ മിയാമി പിടിച്ചു നിന്നു. ഇനി FC പോർട്ടോവും പാൽമിറാസും ഉണ്ട്. പക്ഷേ ലയണൽ മെസ്സി ഇൻ്റർ മിയാമിയിലുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലെജൻഡ് അവിടെ ഉണ്ട്. സോ അപ്പോൾ എന്ത് വേണേലും നടക്കാം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും റൗണ്ട് ഓഫ് 16 ഇൻ്റർ മിയാമി ക്വാളിഫൈ ചെയ്യോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.